അപ്പൊ നമ്മൾ 48നെയും 36നെയും ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് മൂന്ന് ജോഡിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ആക്ച്വലി ക്ലാസ് അല്ല കേട്ടോ, നമ്മുടെ പരീക്ഷയൊക്കെ ഇങ്ങനെ അടുത്തെത്തി നിൽക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഒക്കെ നമുക്ക് പരീക്ഷ ഉള്ളതാണ്. സോ നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഒരു സെൽഫ് അസസ്മെന്റ് ആണ് അല്ലെ. നിങ്ങൾ എത്രത്തോളം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ ഒരു താല്പര്യമില്ലേ? സോ ഇതൊരു മോഡൽ എക്സാം ആയിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. നമ്മുടെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് 10 മാർക്കിനുള്ള ഒരു മോഡൽ എക്സാം ആണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത്. സോ ആദ്യം തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ വീഡിയോ കാണുന്നതിന് മുൻപ് തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു ലിങ്കിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഈ 10 ചോദ്യമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ആദ്യം ഒന്ന് ആൻസർ ചെയ്യുക. 10 ക്വസ്റ്റ്യൻ നമ്പറും ഇട്ട് അതിനകത്ത് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻസ് എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ആ 10ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എന്നറിയാനായിട്ട് പറ്റും. അപ്പൊ ആ മാർക്കുകളെല്ലാം തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യും കൂടെ ചെയ്യുക. അപ്പൊ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു പരീക്ഷ ഇന്ന് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോ സെക്രട്ടേറിയറ്റ് OA CPO പരീക്ഷകളൊക്കെ എഴുതുന്ന, ഇനി വരാനിരിക്കുന്ന മാത്സ് ഉള്ള ഏത് പരീക്ഷ എഴുതുന്ന ആൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും അത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി എടുക്കാനും അതെങ്ങനെയാണ് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ എല്ലാവരും ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുക. ഇനി എൻട്രിയുടെ പുതിയ കോഴ്സുകളിലേക്കോ മറ്റും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മറ്റൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ, എൻട്രിയുടെ ഏത് കോഴ്സിലേക്കും ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 0.04 raised to -1.5 കേട്ടോ, 0.04 പവറിൽ -1.5ന്റെ വില എത്ര എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചോദ്യമാണ്. ഓപ്ഷൻസ് നോക്കാം. -125, 250, -250, 125. ഇതാണ് 4 ഓപ്ഷനും തന്നിട്ടുള്ളത്. അപ്പൊ ഒരു ദശാംശ സംഖ്യയുടെ പവറിൽ -1.5 എന്നാണ് കിടക്കുന്നത്. എളുപ്പമാണ്, പക്ഷെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. സോ നമുക്ക് ആദ്യം ഈ ചോദ്യം ഒന്ന് എടുത്തെഴുതാം. 0.04 raised to -1.5. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഈ ഒരു 0.04 നിങ്ങൾക്ക് കാണാം, 0.04 ദശാംശ സംഖ്യയാണ്, ഡെസിമൽ നമ്പർ ആണ്. അതിനെ നമുക്കൊരു ഫ്രാക്ഷൻ ആക്കി മാറ്റാം, ഒരു ഭിന്നസംഖ്യയാക്കി നമുക്ക് മാറ്റാം. എങ്ങനെയാണ് ഭിന്നസംഖ്യയാക്കി മാറ്റുന്നത് നോക്കൂ. ഇവിടെ പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ആണുള്ളത്? 2 ഡിജിറ്റ് ആണുള്ളത്. സോ 2 0 ഉള്ള നമ്പർ താഴെ എഴുതിയാൽ മതി. അതായത് ഈ 4 എടുത്ത് എഴുതാം, താഴെ 2 0 ഉള്ള സംഖ്യ ഏതാണത്? 100 ആണ് അല്ലെ. അപ്പോ ദശാംശത്തിന് ശേഷം 2 ഡിജിറ്റ് ആണെങ്കിൽ 2 0 ഉള്ള സംഖ്യ എടുത്ത് എഴുതണം. ഇനി ദശാംശത്തിന് ശേഷം 3 ഡിജിറ്റ് ആണെങ്കിലോ 1000 ആണ് നമ്മൾ താഴെ എഴുതേണ്ടത് ഡിനോമിനേറ്ററിൽ. ഓക്കെ, അപ്പൊ ഇവിടെ 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ 100 താഴെ എഴുതി. ബാക്കിയുള്ളത് -1.5 എന്നുള്ളത് അതുപോലെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ആ മുകളിലെ പവർ നെഗറ്റീവ് ആണ് അല്ലെ. ആ മുകളിലെ നെഗറ്റീവ് മാറ്റാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഭിന്നസംഖ്യ തിരിച്ചിട്ടാൽ മതി. അതായത് ഇവിടെ 100/4 എന്ന് നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആ പവറിലുള്ള മൈനസ് അങ്ങ് മാറിക്കിട്ടും, 1.5 ആകും. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ നെഗറ്റീവിനെ മാറ്റി. ഇനി എന്ത് ചെയ്താൽ മതി? 100/4 നിങ്ങൾക്കൊക്കെ അറിയാം. 100/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 ആണ് അല്ലെ. 25 raised to 1.5 എന്ന് കിട്ടും. 25 raised to 1.5. ഇനി നമ്മൾ കൃത്യംഗങ്ങൾ അല്ലെ, എക്സ്പോണൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ഒരു പവറിന്റെ മേലെ പവർ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 പവേഴ്സും നമ്മൾ ഗുണിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 25നെ എന്തിന്റെയെങ്കിലും ഏതെങ്കിലും സംഖ്യയുടെ സ്ക്വയറോ ക്യൂബോ ഒക്കെ ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയോ? യെസ്, കഴിയും അല്ലെ. 5ന്റെ സ്ക്വയർ ആണ്. 5 സ്ക്വയർ raised to 1.5 എന്ന് നമുക്ക് എഴുതാമല്ലോ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് a raised to m the whole raised to n അല്ലെ. ഒരു സംഖ്യയുടെ പവറിൽ ഒരു സംഖ്യ, അതിന്റെയും പവറിൽ മറ്റൊരു സംഖ്യ വന്നാൽ നമുക്ക് a raised to m into n എന്ന് എഴുതാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും?
5^2 into 1.5 എന്ന് എഴുതാം അല്ലെ 5^2 into 1.5 അല്ലെ 1.5 1.5 എന്ന് വായിക്കാം അതിന്റെ ഡബിൾ എത്രയാ 3 അല്ലേ 3 അല്ലേ സോ ഇവിടെ എന്തായിട്ട് മാറും 5^3 5 ക്യൂബ് എന്നായിട്ട് മാറും 5 ക്യൂബ് എത്രയാണ് 125 സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടിയല്ലേ ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ സോ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്തത് ആദ്യം ആ ദശാംശ സംഖ്യയെ മാറ്റി എങ്ങനെയാണ് ഭിന്നസംഖ്യയാക്കി മാറ്റി അതായത് പോയിന്റിന് ശേഷം എത്ര സംഖ്യകൾ ഉണ്ട് നോക്കി എത്ര സംഖ്യ രണ്ടെണ്ണമാണ് സോ 2 പൂജ്യമുള്ള 100 ആണ് ഡിനോമിനേറ്ററിൽ അഥവാ ഛേദത്തിൽ വരേണ്ടത് അപ്പൊ 4/100 - 1.5 ഇനി അവിടെ പവറിലുള്ള മൈനസ് മാറ്റാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫ്രാക്ഷനെ തിരിച്ചിടാം 4/100 എന്നുള്ളതിനെ 100/4 എന്നാക്കി മാറ്റി ഇനി 100/4 എന്ന് പറഞ്ഞാൽ 25 ആണ് 25/1.5 എന്ന് കിട്ടി ഇനി 25നെ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്തു 5² എന്ന് അല്ലെ 5² raised to 1.5 എന്നായി a⁻m the whole raised to n എന്ന് വെച്ചാൽ a⁻m into n ആണ് സോ 5 raised to 2 into 1.5 എന്ന് കിട്ടും 5 ക്യൂബ് എന്ന് വെച്ചാൽ 125 ആണ് നമുക്ക് ആൻസർ വരിക സോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം 3600ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര ഓപ്ഷൻ എ 45 ഓപ്ഷൻ ബി 55 ഓപ്ഷൻ സി 35 ഓപ്ഷൻ ഡി 65 ഇത്തരത്തിൽ ഘടകങ്ങളുടെ എണ്ണം ഫാക്ടേഴ്സ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കേട്ടോ ഘടകങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ 3600 എന്ന് പറയുന്ന സംഖ്യയെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം പ്രൈം ഫാക്ടറൈസേഷൻ എങ്ങനെയാ നമ്മൾ ചെയ്യാ പ്രൈം നമ്പർ വെച്ചിട്ട് നമ്മൾ ഫാക്ടറൈസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ഏതൊക്കെയാ വരും അഭാജ്യ സംഖ്യകൾ അല്ലെ അപ്പൊ ഇവിടെ വരുന്നത് നമുക്ക് 3 കൊണ്ട് ചെയ്യാം ആദ്യം 3 എടുത്താൽ 1 3 3 23 6 then again 3 എടുത്താൽ 4 3 12 then 2 യൂസ് ചെയ്താൽ ഈ 2 4 0 പിന്നെയും 2 ഉപയോഗിക്കാം 100 ആകും 100 വന്നാൽ നമുക്ക് പിന്നെ ഇവിടെ 5 യൂസ് ചെയ്താൽ ഈ 5 10 0 പിന്നെ 2 ഉപയോഗിക്കാം 1 0 then ഇവിടെ 5 എടുത്താൽ 2 എങ്ങനെയാണ് നിങ്ങൾക്ക് ആദ്യം 2ൽ തുടങ്ങാം 3ൽ തുടങ്ങാം ആ ഓർഡറിൽ ഒന്നും കാര്യമില്ല കൃത്യമായി ചെയ്താൽ മതി ഓക്കെ അങ്ങനെ അവസാനം നമുക്ക് 2 എന്ന് പറയുന്ന സംഖ്യ കിട്ടിയിട്ടുണ്ട് സോ ഇവിടെ നമ്മൾ പ്രൈം നമ്പേഴ്സ് ആണ് കേട്ടോ 3 2 5 ഈ 3 സംഖ്യകളല്ലേ ഉള്ളൂ ഇവയെല്ലാം എന്താണ് പ്രൈം നമ്പറുകളാണ് അപ്പൊ ഇവിടെ കിട്ടിയിട്ടുള്ള സംഖ്യകൾ നമുക്ക് ഒന്ന് എടുത്തെഴുതാം 2 എത്ര എണ്ണം ഉണ്ട് നോക്കൂ 2 1 2 3 4 അല്ലെ 4 രണ്ടുകളുണ്ട് 2 into 2 into 2 4 രണ്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും ഇൻറ്റു എത്ര 3 ആണ് 1 2 2 അല്ലെ 3 ഗുണം 3 ഇൻറ്റു എത്ര 5 ഉണ്ട് 1 2 5 ഗുണം 5 ഇതിനെ നമുക്ക് ഈ 2 into 2 into 2 into 2 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിനെ 2^4 എന്ന് വായിക്കാലോ 2^4 ഇൻറ്റു ഇവിടെയോ 3 സ്ക്വയർ ഇവിടെയോ 5 സ്ക്വയർ ഇങ്ങനെ കിട്ടി അതായത് 3600നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം 2^4 ഇൻറ്റു 3 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഇനി നമ്മളുടെ ചോദ്യം ഘടകങ്ങളുടെ എണ്ണമാണ് ഘടകങ്ങളുടെ എണ്ണമാണ് ചോദ്യമെങ്കിൽ മക്കളെ മനസ്സിലാക്കി വെക്കുക ഇവിടുത്തെ പവേഴ്സിനോടൊക്കെ നിങ്ങൾ ഒരു 1 കൂട്ടിയാൽ മതി അതായത് 2ന്റെ പവർ ഇവിടെ 4 ആണ് സോ 4 + 1 ഇൻറ്റു 3ന്റെ പവർ എത്രയാ 2 ആണ് 2 + 1 ഇൻറ്റു 5ന്റെ പവർ 2 ആണ് 2 + 1 എല്ലാ പവറിനോടും കൂടെ നമ്മൾ എന്ത് ചെയ്തു 1 കൂട്ടി അല്ലെ അപ്പൊ ഇപ്പൊ എന്താ കിട്ടിയേ 5 ഇൻറ്റു 2 ഇൻറ്റു സോറി 2 അല്ല 3 ഇൻറ്റു 3 5 ഇൻറ്റു 3 ഇൻറ്റു 3 ആയി 3 15 15 ഇൻറ്റു 3 45 എന്ന് നമുക്ക് കിട്ടും സോ ഇവിടെ 3600ന്റെ ഘടകങ്ങളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ എത്രയാണ് 45 ആണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ടുള്ളത് സോ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ് എന്ന് നിങ്ങളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യയെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക അതായത് അഭാജ്യ സംഖ്യ യൂസ് ചെയ്തിട്ട് ഘടകക്രിയ ചെയ്യുക അതിനുശേഷം ആ ഘടകങ്ങളൊക്കെ എത്ര ഉണ്ടെന്ന് എഴുതും ഇപ്പൊ 2^4 2 4 പ്രാവശ്യം വന്നിട്ടുണ്ട് 3 സ്ക്വയർ 5 സ്ക്വയർ
എന്നിട്ട് ആ പവേഴ്സിനെ എല്ലാം ആ പവേഴ്സിന്റെ കൂടെ എല്ലാം ഒന്ന് കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഘടകങ്ങളുടെ എണ്ണം കിട്ടും. ഓക്കെ, 4 + 1 5 ഗുണം 2 + 1 3 ഗുണം 2 + 1 3. സോ ടോട്ടൽ എത്ര ഘടകങ്ങളാണ് ഉള്ളത്? 45 ഘടകങ്ങളാണ് 3600-ന് ഉണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105? എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ്. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ഒരു സംഖ്യ തരും. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് 105 ആണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഇത് ചെയ്യാം? നിങ്ങൾക്ക് അറിയാം, എല്ലാവരും നമ്മളൊക്കെ ശരാശരിയിൽ പഠിച്ചിട്ടുള്ളതാണ്. ശരാശരി സമം തുക ബൈ എണ്ണം. അപ്പൊ അവിടുന്ന് തുക നമുക്കൊന്ന് എഴുതി നോക്കാം. തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരി അല്ല, തുക കാണാനുള്ള ഫോർമുല എന്താണ്? സമ്മ് കാണാനുള്ള ഫോർമുല n into n plus 1/2 ആണ് അല്ലെ? ഇത് അറിയാത്തവരായിട്ട് ആരുമില്ല. തുക കാണാനായിട്ട് n into n plus 1/2 എന്ന് പറയുന്ന ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ആ തുകയാണ് നിങ്ങൾക്ക് ഇവിടെ എന്തെന്ന് തന്നിട്ടുള്ളത്? ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് വെച്ചാൽ ആ n ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ ഈ തുക നമുക്ക് തന്നിട്ടുണ്ട് 105 ആണ് എന്ന് അല്ലെ? അതായത് തുകയുടെ സമവാക്യം. അപ്പൊ n എത്രയാണെന്ന് നമുക്ക് അറിയില്ല. നോർമലി നമ്മളോട് തുക കാണാൻ ചോദിക്കുമ്പോ എത്ര സംഖ്യ, 10 സംഖ്യകളുടെ ആണെങ്കിൽ 10 × 11/2 ആണ് നമ്മൾ ചെയ്യുക. അപ്പൊ ഇവിടെ n × n plus 1/2 ആണ് 105 എന്ന് തന്നിട്ടുള്ളത്. അങ്ങനെ ആയാൽ ആ 2-നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോ n × n plus 1 എന്ത് കിട്ടും? 105 × 2 എന്നാവും. അതായത് n × n plus 1 സമം 210 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഈ സ്റ്റെപ്പ് കഴിഞ്ഞ് പിന്നെ n × n n² plus n എന്നൊക്കെ പറഞ്ഞ് എഴുതി നമ്മൾ അതിനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നും ആക്കി മാറ്റാതെ വളരെ എളുപ്പത്തിൽ ഇവിടെ n കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ 210-ന് തൊട്ട് മുൻപുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാന്ന് നോക്കിയാൽ മതി. ഓക്കെ, 210-ന് തൊട്ട് മുൻപുള്ള പൂർണ്ണവർഗം. പൂർണ്ണവർഗം എന്ന് വെച്ചാൽ ഇപ്പൊ 4, 25, 100 ഇതൊക്കെ എന്താണ്? പൂർണ്ണവർഗമാണ് അല്ലെ? അപ്പോ അതുപോലെ 210-ന് തൊട്ട് മുൻപുള്ള പൂർണ്ണവർഗം ഏതാണ്? 196 അല്ലേ? അതായത് 14-ന്റെ സ്ക്വയർ. 14-ന്റെ സ്ക്വയർ ആണ് എന്ത്? 196. സോ 210-ന് തൊട്ട് മുൻപുള്ള പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ട് ആയിരിക്കും n വരിക. അപ്പൊ n ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? n is equal to root of 196. റൂട്ട് ഓഫ് 196 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു 14-ന്റെ സ്ക്വയർ ആണ് 196. അങ്ങനെയെങ്കിൽ റൂട്ട് ഓഫ് 196 എത്രയായിരിക്കും? 14 ആയിരിക്കും. സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ? ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, 14. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് n × n plus 1 ഏത് സംഖ്യയാണോ കിട്ടുന്നത് അതിന് തൊട്ട് മുൻപുള്ള പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ട് ആയിരിക്കും എന്ത് വരിക? n വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. SSLC പരീക്ഷയിൽ 11 കുട്ടികളുടെ മാർക്കുകൾ 38, 30, 25, 20, 24, 33, 27, 36, 32, 28, 24 എന്നിവയായാൽ മാർക്കുകളുടെ മീഡിയൻ എത്ര എന്നുള്ളതാണ് ചോദ്യം. ഈ മീഡിയൻ എന്നുള്ളത് ചിലപ്പോൾ മധ്യാങ്കം എന്നും ചോദിക്കാറുണ്ട്. മീഡിയൻ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ മീഡിയൻ എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കുറെ മാർക്കുകൾ അല്ലെങ്കിൽ കുറെ സംഖ്യകൾ തന്നിട്ട് അതിന്റെ മീഡിയൻ ആണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അതിനെ ആദ്യം ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്യണം. ആരോഹണ ക്രമത്തിൽ ആ സംഖ്യകളെ ഒക്കെ എഴുതുക. അതിനകത്ത് ഏറ്റവും സെന്ററിൽ കിടക്കുന്ന മധ്യഭാഗത്ത് കിടക്കുന്ന നമ്പർ ആണ് നമ്മളുടെ എന്ത്? മീഡിയൻ ആയിട്ട് വരിക അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2, 3, 5, 4, 7 എന്നിങ്ങനെയുള്ള സംഖ്യകൾ ഉണ്ട്. അപ്പൊ ഞാൻ ഇത് എഴുതിയിട്ടുള്ളത് ആരോഹണ ക്രമത്തിലല്ല. ഇതിന് ആരോഹണ ക്രമത്തിലാക്കാൻ 2, 3, 4, 5, 7 എന്നാക്കി മാറ്റണം. ഇവിടെ 5 സംഖ്യകളാണുള്ളത്. അപ്പൊ ഇതിന്റെ മീഡിയൻ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് സെൻട്രൽ മോസ്റ്റിലെ നമ്പർ എടുത്ത് എഴുതിയാൽ മതി. ഇതായിരിക്കും എന്ത്? മീഡിയൻ ആയിട്ട് വരിക. സപ്പോസ് ഇവിടെ ഒരു 9 എന്നുള്ള സംഖ്യയും കൂടെ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് 2, 3, 4, 5, 7, 9 ഇങ്ങനെയാവും. അപ്പൊ നിങ്ങൾക്ക് സെന്ററിൽ ഒരു സംഖ്യ കാണാനായിട്ട് കഴിയില്ല. 2 സംഖ്യകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതിന്റെ ഈ ഒരു നമ്പേഴ്സിന്റെ മീഡിയൻ എന്താണെന്ന് ചോദിച്ചാൽ
ഈ 5നെയും 4നെയും കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 5ന്റെയും 4ന്റെയും ശരാശരി എടുക്കുക. അതായിരിക്കും എന്ത് മീഡിയൻ ആയിട്ട് വരിക. ഓക്കെ, സോ ഇതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യണം. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യനകത്ത് 38, 30 അങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ സംഖ്യകളെയൊക്കെ ആരോഹണ ക്രമത്തിൽ എഴുതാം. സോ ആദ്യം ഇവിടെ വരിക ഏറ്റവും ചെറുത് 20. 20 കഴിഞ്ഞാൽ പിന്നെ 24 ആണ്. 2 24 ഉണ്ട്. 24, 24. പിന്നെ 25. പിന്നെ 26 ഇല്ല. 27, 28, 30, 32, 36, 38 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ സംഖ്യകളെയെല്ലാം ആരോഹണ ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ എത്ര സംഖ്യകൾ ഉണ്ട് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എണ്ണം. ഒരെണ്ണം വ്യത്യാസം. 33 അല്ലെ? 33 കൂടെ ഇവിടെ ഒന്ന് ചേർക്കാനുണ്ട്. 33, 30, 32, 33, 36. ഓക്കെ, സോറി, ഒരു നമ്പർ മിസ്സായി പോയതാണ്. ഇവിടെ 11 സംഖ്യകളാണ് ഉള്ളത് കേട്ടോ. 11 സംഖ്യകളാണ് ഉള്ളതെങ്കിൽ നമുക്ക് സെന്ററിൽ കറക്റ്റ് ആയിട്ട് ഒരാളെ കാണാൻ പറ്റില്ലേ? 6ാമത്തെ പൊസിഷനിലുള്ള ആളായിരിക്കും സെന്ററിൽ വരിക അല്ലെ? അപ്പൊ 6ാമത്തെ സംഖ്യയുടെ ഇടതുവശത്ത് 5 പേരുണ്ടാവും, വലതുവശത്തും 5 പേരുണ്ടാവും. അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. 28 ആണ് 6ാമത്തെ പൊസിഷനിൽ ഉള്ളത് അല്ലെ? 1, 2, 3, 4, 5 6ാമത്തെ പൊസിഷനിൽ 28 ആണ്. സോ നമുക്ക് ഇവിടെ മീഡിയൻ അല്ലെ? മീഡിയൻ സമം 26 ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എപ്പോഴും ഏറ്റവും സെന്റർ മോസ്റ്റ് ആയിട്ട് കിടക്കുന്ന സംഖ്യയായിരിക്കും എന്ത് മീഡിയൻ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ മീഡിയൻ കാണാൻ മറ്റൊരു വഴി കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതായത് മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n+1/2th പൊസിഷനിലുള്ള ആളായിരിക്കും. നമ്മൾ ആദ്യം ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്യണം. ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്തതിന് ശേഷം n+1/2. n എന്ന് പറഞ്ഞാൽ എത്ര സംഖ്യ ഉണ്ട് നോക്കാം. ഇവിടെ 11 സംഖ്യകളല്ലേ ഉള്ളത്. അപ്പോൾ 11 + 1 12. 12/2 6. 6ാമത്തെ പൊസിഷനിൽ കിടക്കുന്ന ആളല്ലേ ഈ മീഡിയൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആൻസർ വരിക 28 എന്നാണ്. 28. ഓക്കെ, 28 ആണ് സംഖ്യ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ മീഡിയൻ കാണാൻ പറഞ്ഞാൽ ആരോഹണ ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക. സെന്റർ മോസ്റ്റ് കിടക്കുന്ന നമ്പർ എടുത്ത് എഴുതുക. ഇനി 2 പേരുണ്ടെങ്കിൽ 2 പേരെയും കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആ കിട്ടുന്ന ഉത്തരവായിരിക്കും എന്ത് മീഡിയൻ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു വസ്തു 135 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 10% ലാഭം കിട്ടാൻ വസ്തു എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ ഒരു വസ്തു 135 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമാണ് ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. സോ നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു വസ്തുവിന്റെ ഒറിജിനൽ പ്രൈസ് 100 രൂപയായിട്ട് വിചാരിക്കുക. ഒറിജിനൽ പ്രൈസ് 100 രൂപയാണെങ്കിൽ അതിന്റെ 10% നഷ്ടം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ആണ്. ജസ്റ്റ് 100 എന്ന് 10 കുറയ്ക്കുക, അതായത് 90 ആണ്. ആ 90 ആണ് നിങ്ങൾക്ക് എത്രയെന്ന് തന്നിട്ടുള്ളത്? 135 എന്ന് തന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു വസ്തുവിന്റെ വില 100 രൂപയാണെങ്കിൽ 100 രൂപന്റെ 10% നഷ്ടം എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 90 ആണ്. അപ്പൊ ഈ 90 ആണ് നിങ്ങൾക്ക് 135 എന്ന് അവിടെ തന്നിട്ടുള്ളത്. എങ്കിൽ 10% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? 10% ലാഭം എന്ന് പറയുമ്പോഴോ 100നോട് നമ്മൾ 10 ആഡ് ചെയ്യണം. 110 എത്രയാണ് എന്നതാണ് ചോദ്യം. അതായത് ഇത്രയേ ഉള്ളൂ. 90 എന്നുള്ളത് 135 ആയാൽ 110 എന്നുള്ളത് എന്താണ് എന്നതാണ് ചോദ്യം. 90 എന്നുള്ളത് 135 ആയാൽ 110 എന്നുള്ളത് എത്രയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇത് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പോൾ 110 ഗുണം 135 ഹരിക്കണം ഈ 90 താഴോട്ട് എടുത്ത് എഴുതുക. 90. 110 ഗുണം 135 ഹരിക്കണം 90 എന്ന് വരും. ഈ 0 കട്ട് ചെയ്യാം. ഇവിടെ 135 15 പ്രാവശ്യം പോകും. അപ്പൊ 11 ഗുണം 15 165 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. അതായത് 10% ലാഭം കിട്ടാൻ
ഈ വസ്തു 165 രൂപയ്ക്കാണ് വിൽക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരവായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. x raised to 0.7 divided by 48 സമം 36 by x raised to 2.3 ആയാൽ x ന്റെ വില എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ x ന്റെ വിലയാണ് നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തെഴുതാം. x raised to 0.7 by 48 36 by x raised to 2.3. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോ x raised to 0.7 ഗുണം x raised to 2.3 സമം 48 ഗുണം 36 എന്ന് കിട്ടും. ഇനി നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് a raised to m into a raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? a raised to m plus n ആണ് അല്ലെ? അതായത് ബേസ് ഒരുപോലെ ആയാൽ, ഇവിടെ രണ്ട് ബേസും എന്താ? x ആണ് അല്ലെ? ബേസുകൾ ഒരുപോലെ ആയാൽ പവേഴ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? x raised to 0.7 plus 2.3 x raised to 0.7 plus 2.3 സമം 48 into 36. അതുപോലെ തന്നെ നമുക്ക് അവിടെ എഴുതാം. ഇനി x raised to 0.7 plus 2.3 എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to 3.0 ആണ്, അതായത് x cube ആണ്. x cube ആണ് 48 into 36 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ x എന്തായിരിക്കും? ക്യൂബ് റൂട്ട് ഓഫ് 48 into 36 ആണ് അല്ലെ? അപ്പൊ ഇങ്ങനെ ക്യൂബ് റൂട്ട് ഓഫ് ഒക്കെ നമുക്ക് കാണാനായിട്ട് കുറച്ച് വിഷമാണ്. അതിന് എന്ത് ചെയ്താൽ മതി? ഈ 48നെയും 36നെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഫാക്ടറൈസ് ചെയ്താൽ മതി. നമ്മൾ തൊട്ട് മുൻപത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഘടകങ്ങളാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. അതേപോലെ നമുക്ക് 48നെ ഫാക്ടറൈസ് ചെയ്യാം. 2 കൊണ്ട് ചെയ്താൽ ഈ 2 4, 4 2 8, വീണ്ടും 2, ഓ 2 2, ഈ 2 4, 2 6 വരും. പിന്നെ 2 ചെയ്താൽ 3 ആകും. ഇനി 36നെ ഇതുപോലെ ചെയ്യാം. ഒരു 3 3, 23 6, 4 3 12, പിന്നെ 2 അല്ലെ? അപ്പൊ നമ്മൾ 48നെയും 36നെയും ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് 3 ജോഡിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? അതായത് ക്യൂബ് റൂട്ട് ഓഫ് അല്ലെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് 2 into 2 into 2 എന്ന് പറയുന്നത് എന്താണ്? പുറത്തേക്ക് വരുമ്പോൾ 2 മാത്രമായിട്ട് മാറും അല്ലെ? അപ്പൊ അതേ കോൺസെപ്റ്റ് തന്നെ ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. അതായത് ഈ 48ന് പകരം നമുക്ക് എന്ത് എഴുതാം? 2 into 2 into 2 into 2 into 3 എന്ന് എഴുതാം. അതുപോലെ ഇപ്പുറത്ത് 36ന് പകരം 3 into 3 into 2 into 2 എന്ന് എഴുതാം. ഇനി ഇതിലെ ഓരോ 3 ജോഡിയിൽ നിന്നും ഒരാളെ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം അല്ലെ? അപ്പൊ എന്ത് വരും? x സമം ഈ 3 2ൽ നിന്നും ഒരു 2 എടുത്തു, ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ 2 2 ഉണ്ട്, അതിൽ നിന്നും ഒരു 2 എടുത്തു, പിന്നെ ഈ 3ൽ നിന്നും ഒരു 3 ഔട്ട്സൈഡ് എടുത്തു. സോ 2 ഗുണം 2 ഗുണം 3 എന്ന് വരും. 2 ഗുണം 2 4, 4 ഗുണം 3 12. എക്സിന്റെ വാല്യൂ എന്താണ്? 12 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ എക്സ് ക്യൂബ് സമം ഇങ്ങനെ ഒരു സംഖ്യ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് അതിനെ 3 ജോഡികളായിട്ട് നോക്കി അതിലത്തെ ഒരു സംഖ്യേനെ റൂട്ടിന്റെ പുറത്തേക്ക് എടുത്ത് എഴുതിയാൽ മതി. എന്നിട്ട് എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് കിട്ടും. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഒരു സംഖ്യയുടെയും അതിന്റെ വ്യൂൽക്രമത്തിന്റെയും തുക 6 ആയാൽ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, 3 + 2 √2, 2 + √3, 5 + √2, √5 - 2 ഇങ്ങനെയൊക്കെയാണ്. അപ്പോ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സംഖ്യയും അതിന്റെ വ്യൂൽക്രമം. ഇപ്പൊ ഒരു സംഖ്യ x ആണെങ്കിൽ അതിന്റെ വ്യൂൽക്രമം എന്തായിരിക്കും? റെസിപ്രോക്കൽ 1/x ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടുന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഓപ്ഷനിലെ ആരോ ഒരാളാണ് ആ സംഖ്യ അല്ലെ? അപ്പോൾ ഈ സംഖ്യയുടെയും ഓപ്ഷനിലെ സംഖ്യയുടെയും അതിന്റെ വ്യൂൽക്രമത്തിന്റെയും തുകയായിരിക്കും എന്തായിട്ട് വരിക? 6 ആയിട്ട് വരിക. സോ നമ്മൾ ഓരോ ഓപ്ഷൻ ഇട്ടിട്ട് ഏതാണ് ശരി എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തെ ഓപ്ഷൻ തന്നെ കൊടുക്കാം. ഓപ്ഷൻ എ എത്രയാണ്? 3a + 2 √2 ആണ് സംഖ്യ അല്ലെ? 3a + 2 √2 ആണ് ആ സംഖ്യ എന്നാണ് ഓപ്ഷൻ എ പറയണത്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഒരു സംഖ്യയുടെയും അതിന്റെ വ്യൂൽക്രമത്തിന്റെയും തുക 6 ആണ് എന്നാ പറയണത് അല്ലെ? അപ്പോ സംഖ്യ
ആദ്യം ഇതിന്റെ വ്യൂൽക്രമം മാത്രം നമുക്ക് എഴുതാം. ഇതിന്റെ വ്യൂൽക്രമം എന്താണ്? 1/3+2 ആണ് അല്ലെ? ഇതാണ് ഇതിന്റെ വ്യൂൽക്രമം. അപ്പോ ഈ സംഖ്യയായ 3+2√2 പ്ലസ് അതിന്റെ വ്യൂൽക്രമമായ 1/3+2√2 കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത് എന്നാണ് പറയുന്നത് അല്ലെ? ഇത്തരത്തിൽ കൂട്ടുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്. അപ്പൊ ഇത് എങ്ങനെയാ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പറ്റുക? ഇത് ആഡ് ചെയ്യാനായിട്ട് നമുക്കൊരു മെത്തേഡ് തന്നെ ഉണ്ട്. അതിങ്ങനെയാണ്. ആദ്യം ഈ ഒരു 1/3+2√2 എന്നുള്ള ഈ വ്യൂൽക്രമമായിട്ടുള്ള സംഖ്യയെ നമുക്ക് ഈ ഡിനോമിനേറ്ററിനെ ഒന്ന് മാറ്റണം. ഈ ഡിനോമിനേറ്റർ 1 ആക്കണം. സംഖ്യ താഴെ അല്ലാതെ ആക്കുക, മുകളിലേക്ക് കൊണ്ടുവരിക. അതിനായിട്ട് ഈ 3+2√2 എന്നുള്ളതിന്റെ കോൺജുഗേറ്റ് എന്നൊക്കെ പറയും നമ്മള്. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഈ ഇടയിലുള്ള ഈ ചിഹ്നം ഒന്ന് മാറ്റാം. അതായത് 3-2√2 കൊണ്ട് മുകളിലും താഴെയും നിങ്ങൾ ഗുണിക്കണം. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഗുണിക്കുന്നത്? താഴെ ഡിനോമിനേറ്ററിൽ 1 ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ 1/3+2√2 എന്നുള്ളതില് ആ പ്ലസ് ചിഹ്നം മാറ്റിയിട്ട് മൈനസ് ആക്കുക. 3-2√2 ആ ഒരു സംഖ്യ കൊണ്ട് മുകളിലും താഴെയും ഗുണിക്കുക. അപ്പൊ ഇത് എന്തായിട്ട് മാറും നോക്കൂ. മുകളില് 1×3 - 2√2 അത് 3 - 2√2 തന്നെ ഡിവൈഡഡ് ബൈ താഴെ എന്തൊക്കെ വരും? 3+2√2 ഗുണം 3 - 2√2 എന്ന് വരും അല്ലെ? ഇനി നിങ്ങൾക്കറിയാം a plus b into a minus b. a plus b into a minus b എന്ന് പറഞ്ഞാൽ a square minus b square ആണ്. ഓക്കെ, a plus b into a minus b എന്ന് പറഞ്ഞാൽ a square minus b square ആണ്. അങ്ങനെയെങ്കിൽ മുകളിലെ 3 - 2√2 അതുപോലെ തന്നെ എഴുതി. ഇവിടെ a യുടെ സ്ഥാനത്ത് 3 ആണ് അല്ലെ? അപ്പൊ a square എന്ന് പറയുമ്പോൾ 3 square 9 ആണ്. ഓക്കെ, മൈനസ് 2√2 the whole square അല്ലെ? ഞാൻ അങ്ങനെ തന്നെ എഴുതാം. 2√2 whole square എന്നാകും. which is equal to 3 - 2√2 by 9 minus 2ന്റെ സ്ക്വയർ 4 √2ന്റെ സ്ക്വയർ 2 ആണ്. ഓക്കെ, അതായത് 4 × 2 എന്തായിരിക്കും? 8 ആയിരിക്കും. സോ ഇത് എങ്ങനെ എഴുതാം? 3 - 2√2 ഡിവൈഡഡ് ബൈ 9 - 8 1. കണ്ടോ? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 1 ആയിട്ട് കിട്ടി. അതായത് വ്യൂൽക്രമമായിട്ടുള്ള സംഖ്യയാണ് 3 - 2√2. ഇനി എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ 3+2√2 അല്ലെങ്കിൽ 3+2√2 അതിന്റെ വ്യൂൽക്രമമായ 1/3+2√2 കൂടെ കൂട്ടിയാൽ 6 കിട്ടുമെന്നാ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ഓപ്ഷൻ എ ആണ് സംഖ്യയായിട്ട് എടുത്തിട്ടുള്ളത്. ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ 6 കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യത്തെ സംഖ്യ 3+2√2 പ്ലസ് വ്യൂൽക്രമമായ സംഖ്യ ഇപ്പൊ എന്താണ്? 3 - 2√2 ആണ്. ഇവരെ നമുക്ക് ആഡ് ചെയ്യാം. 3 + 3 6 ആണ്. പ്ലസ് 2√2 മൈനസ് 2√2 കട്ടായി പോകും. പ്ലസും മൈനസും വന്നാൽ കട്ടായി പോകും. സോ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 6 എന്ന് തന്നെ കിട്ടി അല്ലേ? സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 3 + 2√2. ഇനിയിപ്പോ അഥവാ നിങ്ങൾക്ക് ഓപ്ഷൻ എയിൽ ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ബിയിൽ ഇതേപോലെ ചെയ്തു നോക്കേണ്ടി വരും. 2 + √3 പ്ലസ് 1/2 പ്ലസ് √3. മനസ്സിലായില്ലേ? ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. ഇത് ഓൾറെഡി ചോദിച്ച PSC ചോദിച്ച ഒരു ചോദ്യം കൂടെ ആണ്. അപ്പൊ ഈ രീതിക്ക് നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുത്ത് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. ഓപ്ഷൻ എ ആണ് 7ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8ാമത്തെ ചോദ്യം. 5 അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന 5 അക്ക സംഖ്യകളുടെ എണ്ണം എത്ര? 5 അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന 5 അക്ക സംഖ്യകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ 1 2 3 4 5 5 അക്കങ്ങൾ ഇതിനകത്ത് ഫില്ല് ചെയ്യുക അല്ലെ? ഇത് ആവർത്തിക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്പർ ആയിട്ട് നമുക്ക് 5 എണ്ണം ഉപയോഗിക്കാം അല്ലെ? ഇപ്പൊ 1 2 3 4 5 വരെയുള്ള സംഖ്യ ആണെങ്കിൽ ആ 5 സംഖ്യയും ഒന്നാമത്തെ സംഖ്യയായിട്ട് വരാം അല്ലെ?
ഇനി ആ സംഖ്യ ഒരിക്കലും അടുത്ത ഒരു സംഖ്യയായിട്ടും വരരുത്, ആവർത്തിക്കരുത് അല്ലേ. അപ്പോ 5 സംഖ്യയിലെ ഒരെണ്ണം ഫസ്റ്റ് സംഖ്യയായിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. പിന്നെ ബാക്കി എത്ര സംഖ്യ ഉള്ളത്? 4 സംഖ്യയിലെ ഏതെങ്കിലും ഒന്നേ രണ്ടാമത്തെ സംഖ്യയായിട്ട് വരാൻ പാടുള്ളൂ. അപ്പോ ഇവിടെ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തതാണെങ്കിലോ, 2 എണ്ണം നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തു. അപ്പൊ ഇനി ബാക്കി എത്ര എണ്ണം ഉള്ളത്? 3 എണ്ണത്തിലെ ഏതെങ്കിലും ഒന്നേ ഇവിടെ വരാൻ പാടുള്ളൂ. അതേപോലെ 3 എണ്ണം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി അടുത്ത സംഖ്യ ആയിട്ട് ബാലൻസ് ഉള്ള 2-ലെ ആരെങ്കിലേ വരാൻ പറ്റുള്ളൂ. സോ 2 എഴുതി. ഇനി 4 സംഖ്യ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ള ഒരാളെ ഈ അവസാനത്തെ സംഖ്യയായിട്ട് വരാൻ പാടുള്ളൂ. പിന്നെ ഇതിന്റെ ആൻസർ കാണാൻ ഈ 5 × 4 × 3 × 2 × 1 അങ്ങ് ചെയ്താൽ മതി. ഇവരെല്ലാവരെയും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 120 ആണ് ആൻസർ ആയിട്ട് വരിക. എത്രയാണ്? 120. അതായത് 5 അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന 5 അക്ക സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 120 ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. 9ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് തുടർച്ചയായി 25%, 20%, 10% എന്നീ ക്രമത്തിന് കിഴിവ് അനുവദിച്ചാൽ ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന യഥാർത്ഥ കിഴിവ് എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു വസ്തുവിന് തുടർച്ചയായി 25%, 20%, 10% എന്നീ ക്രമത്തിലാണ് കിഴിവ് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു വസ്തുവിന്റെ യഥാർത്ഥ വിലയായിട്ട് 100 രൂപയാണ് നമ്മൾ എടുക്കുന്നത്. 100 രൂപയുടെ 25% കിഴിവ്, അതിന് വേണമെങ്കിൽ 25% നഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ എടുക്കുക? 100-ൽ നിന്ന് 25 കുറയ്ക്കും അല്ലെ. അതേപോലെ തന്നെ ഇവിടെയും ചെയ്താൽ മതി. 100-ൽ നിന്നും 25 പോയാൽ 75%/100 തന്നെ എഴുതണം അല്ലെ. 25% കിഴിവ് എന്ന് പറയുമ്പോൾ 100 രൂപയുടെ ആവുമ്പോൾ 75/100 ഇൻറ്റു. ഇനി 20% എന്ന് പറയുമ്പോൾ 100-ൽ നിന്ന് എന്ത് ചെയ്യുക? 20 കുറയ്ക്കുക. 100-ൽ നിന്ന് 20 കുറച്ചാൽ 80% ഇൻറ്റു. ഇനി എന്ത് ചെയ്യണം? 10%. 100-ൽ നിന്ന് 10 കുറയ്ക്കുക, 90/100. ഇതിന്റെ ഉത്തരമായിരിക്കും ഇവിടെ കിട്ടുന്ന യഥാർത്ഥ കിഴിവ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ 100-ഉം ഈ 100-ഉം കട്ട് ചെയ്ത് കളയാം. ഈ ഒരു 0 ഇതും കട്ടായി, ഈ 0 ഇതും കട്ടായി. ഇനി നമുക്കിവിടെ 75-ൽ 3 25 ഉണ്ട്, 100-ൽ 4 25 ഉണ്ട്. ഈ 4-ഉം ഈ 8-ൽ 2 തവണ പോകും. സോ 3 × 2 × 9 എന്ന് വരും. അപ്പൊ ഇവിടെ 6 9 54 ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ മൊത്തം കിഴിവ് കണ്ടുപിടിക്കാനായിട്ട്, യഥാർത്ഥ കിഴിവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം എടുത്ത 100 മൈനസ് ഈ 54 ചെയ്താൽ മതി. 100 മൈനസ് 54 46% ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. 54 കിട്ടിയ ഉടനെ ചാടിക്കേറി ഓപ്ഷനെ മാർക്ക് ചെയ്തവർക്കൊക്കെ ഇതെന്തായിട്ട് മാറും? ഒരു നെഗറ്റീവ് മാർക്കായിട്ട് മാറും അല്ലെ. അപ്പോ 100 ഇൻറ്റു ഈ കിഴിവ് കിട്ടിയ 75/100, 80/100, 90/100 ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ആൻസറിനെ 100-ൽ നിന്നും കുറച്ചതായിരിക്കും ഉൽപ്പന്നത്തിന് ലഭിക്കുന്ന യഥാർത്ഥ കിഴിവ് എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. 46% ആണ്, 54% അല്ല. നമ്മളെ കുഴിയിൽ ചാടിക്കുന്ന ഒരു ഓപ്ഷൻ ആണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത്. അപ്പൊ ആ കുഴിയിൽ ആരും വീഴരുത്, കൃത്യമായിട്ട് തന്നെ ആൻസർ കൊടുക്കുക, ഓപ്ഷൻ സി. 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ശരാശരി എത്ര? അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പോൾ 5 അഭാജ്യ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 2, 3, 5, 7, 11 ഇവർ 5 പേരാണ് ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ. ഇനി ഇവരുടെ ആവറേജ് അഥവാ ശരാശരിയാണ് ചോദിച്ചിട്ടുള്ളത്. ശരാശരി എന്ന് വെച്ചാൽ തുക. അപ്പോ എല്ലാവരെയും നമ്മൾ ആഡ് ചെയ്യും. ഡിവൈഡഡ് ബൈ എണ്ണമാണ്. എണ്ണം 5 എണ്ണം അല്ലെ. ഇവരെല്ലാവരുടെയും കൂടെ കൂട്ടി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ നമുക്കിവിടെ 28 ആണ് വരുന്നത്. 28 ഹരിക്കണം 5 എന്നാ വരിക. 28-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 25. 28-ൽ നിന്നും 5 പോയി കഴിഞ്ഞാൽ ഇവിടെ 3 ആണ് വരുന്നത്. 5.6 6 5 30 അല്ലെ. 5.6 ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, 5.6 ആണ് ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് കേട്ടോ. 5.6 ആണ്
ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. സോ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ആദ്യമേ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്ത, അതായത് നിങ്ങളുടെ ആൻസറും ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ആൻസറും കൂടെ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് 10ല് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിർബന്ധമായും കമന്റ് ചെയ്യണം. ഇനി എൻട്രിയുടെ പുതിയ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാനോ ക്ലാസ്സുകൾ വേണം എന്നുള്ളവർക്കൊക്കെ, ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ താഴെ മറ്റൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട്, മറ്റൊരു എക്സാമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.